ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5ൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലിന് ആ ഒരു വിഷനൊക്കെ വന്നിട്ട് ഇനി അടുത്തതായിട്ട് ഡെമോഗോർഗൺ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാൻസിയുടെ ഫാമിലിയാണെന്നും അതേ നേരം തന്നെ നമ്മുടെ നാൻസിയുടെ അനീതിയായിട്ടുള്ള ഹോളി അവളുടെ ബെഡ്റൂമിൽ ഇരിക്കുന്ന നേരം അവിടേക്ക് ഒരു ഡെമോഗോർഗൺ വരുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഡെമോഗോർഗൺ ഇപ്പോൾ അപ്സൈഡ് ഡൗണിലെ ഒരു പോർട്ടൽ അവളുടെ റൂമിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അവളെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച് ഹോളി അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഡെമോഗോർഗൺ ബലമായിട്ട് തന്നെ അവളെ പിടിച്ചിട്ട് ആ ഒരു പോർട്ടലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ എങ്ങനെയൊക്കെയോ അതിന് ശ്രദ്ധ മാറ്റിയിട്ട് കഷ്ടിച്ച് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അമ്മേനെ കണ്ട് ഒരു മോൺസ്റ്റർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വന്നു എന്നൊക്കെ അവൾ പറയുമ്പോൾ ആദ്യം അവളുടെ അമ്മ നമ്മുടെ ഈ ലോകത്ത് മോൺസ്റ്റേഴ്സ് ഒന്നും ഇല്ലെന്നും അതൊക്കെ വെറും കെട്ടുകഥകളാണെന്നൊക്കെ പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും തൊട്ടു പുറകെ തന്നെ അവിടെയുള്ള ലൈറ്റ്സ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാനും ആരോ അവരുടെ ഡോറിന്റെ വെളിയിലെ നടക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു മൊമെന്റിലാണ് ഹോളിയുടെ അമ്മ ആ ഒരു മോൺസ്റ്റർ ഉണ്ട് എന്നുള്ള ഒരു സത്യം ആക്സെപ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല തങ്ങളുടെ ലൈഫ് ഡേഞ്ചറിലാണെന്ന് മനസ്സിലാക്കി അവളിപ്പോൾ ഹോളിയെയും പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാത്ത് ടബില് മുങ്ങി ആ ഒരു ഡെമോഗോർഗൺ പിടിക്കാത്ത രീതിയിൽ കിടക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ഡെമോഗോർഗൺ ആ ഒരു ബാത്റൂമിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഫുള്ളും നമ്മുടെ ഹോളിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ബാത്റൂമിൽ നടക്കുന്ന ഒച്ചപ്പാടുകളും ആ ലൈറ്റ്സ് ഫ്ലിക്കർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പുറത്ത് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അവരുടെ അച്ഛൻ അകത്തേക്ക് കയറി വരുമ്പോൾ എന്തോ ഒരു പന്തികേട് മണത്തിട്ട് അവനൊരു വടിയും എടുത്തിട്ട് തന്നെ ഇനിമിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഈ ഒരു മോൺസ്റ്റർ അവന് മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ കണ്ട് ആദ്യം ഹോളിയുടെ അച്ഛൻ്റെ കിളിയൊന്ന് പോകുന്നുണ്ടെങ്കിലും പിന്നീട് ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെയൊക്കെയോ ഹോളിയുടെ അച്ഛനെപ്പോൾ ആ ഒരു മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ചെറിയൊരു പുഷിൽ തന്നെ പാവം നമ്മുടെ ഹോളിയുടെ അച്ഛൻ ഇപ്പോൾ ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഇതേ നേരം തന്നെ ഡെമോഗോർഗന്റെ ശ്രദ്ധ ഇവിടെ അല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഹോളിയുടെ അമ്മ അവളെയും വിളിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കവേ തന്നെ അവളുടെ അമ്മ ഇപ്പോൾ സ്ലിപ്പായി താഴേക്ക് വീഴുകയും മോൺസ്റ്റർ അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ രണ്ടും കൽപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയർ ബോട്ടിൽ എടുത്ത് അടിച്ചു പൊട്ടിച്ച് അതുമായിട്ട് അവൾ ആ ഒരു ഡെമോഗോർഗനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ നാൻസിയും എലവനും കൂടി വളരെ സ്പീഡിൽ കാർ ഓടിച്ചിട്ട് നാൻസിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഡയറക്ഷനിൽ സൈക്ലമയായിട്ട് മൈക്കും ലൂക്കസും അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നാൻസി ഇപ്പോൾ ആദ്യം അവളുടെ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ അവളുടെ ഫ്ലോറും മുഴുവനെയും തന്നെ നിറയെ ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന കണ്ടിട്ട് അവൾ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് പാവം നമ്മുടെ നാൻസിയുടെ അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്നും ആ ഡെമോഗോർഗൺ ഏകദേശം അവളെ കൊന്ന മാതിരി ഇട്ടിരിക്കുന്നതും കണ്ടിട്ട് നാൻസിക്ക് ആകെ വിഷമമായിട്ട് അവൾ അവളുടെ അമ്മേനെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ഡെമോഗോർഗൺ ഓപ്പൺ ആക്കിയിട്ട പോർട്ടല് പയ്യെ അടഞ്ഞു പോകുന്നത് കണ്ടിട്ട് അവളിപ്പോൾ ലെവൻ്റെ അടുത്ത് വേഗം അവിടേക്ക് ചെന്നിട്ട് ഹോളിയെ രക്ഷപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുകയും എലവൻ ഇപ്പോൾ ആ ഒരു പോർട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ നാൻസിയുടെ അച്ഛനെയും അമ്മയും ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടേക്ക് ഇപ്പോൾ മൈക്കും ലൂക്കസും എത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല തൻ്റെ പാരൻസിൻ്റെ ഈ ഒരു അവസ്ഥയിൽ അത്രയധികം വിഷമിച്ചിരുന്ന നാൻസി ഇപ്പോൾ പെട്ടെന്ന് മൈക്കിൻ്റെ അടുത്ത് ചൂടായിട്ട് വെക്കന ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുന്നുള്ള കാര്യം നമുക്ക് പണ്ടേ സിഗ്നൽ കിട്ടിയതാണെന്നും ഇതിനു മുമ്പ് തന്നെ വെക്കനെ തോൽപ്പിക്കാനായിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണമായിരുന്നതും അല്ലാണ്ട് ഇന്നത്തേക്ക് ഇത് വെച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അല്ലെങ്കിൽ ഇരു മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നും അവ റിയൽ ആണെന്നുള്ള സത്യങ്ങളൊക്കെ തങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പറയാത്തതിൻ്റെയും പേരിൽ അവളിപ്പോൾ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഇപ്പൊ ലൂക്കസ് ഇടപെട്ടിട്ട് ശരിക്കും ഇത് നമ്മളൊന്നും വിചാരിച്ച പോലെ അല്ലെന്നും ഇപ്പൊ ആ ഒരു ഡെമോഗോർഗന് നാൻസിയുടെ അടുത്ത് റിവെഞ്ച് എടുക്കാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹോളിയെ കൊന്നിട്ട് അവിടെ അവളുടെ മുമ്പിൽ ഇടാമായിരുന്നു. അല്ലെങ്കിൽ അവളുടെ പാരൻസിനെ ആയാലും അലൈവാക്കി വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിന് അവരൊരൊറ്റയടിക്ക് കൊന്നുകളയാൻ വരെ സാധിക്കുമായിരുന്നു. സോ ഇതിൽ എന്തൊക്കെയോ സ്ട്രേഞ്ച് ആയിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ലൂക്കസ് പറയുമ്പോൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വില്ലിനെ ആ ഒരു ഡെമോഗോർഗൺ വന്ന് പിടിച്ചുകൊണ്ട് പോയത് ഏകദേശം ഈ ഒരു നവംബർ മാസത്തിൽ തന്നെയായിരുന്നെന്നും അത് നവംബർ 6 ഇന്ന് അത് നമ്മുടെ ഹോളിയെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഡിസംബർ 3 ഇതെല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ എല്ലാം ഒരു കോയിൻസിഡൻസ് ഒന്നും അല്ലെന്നും നമ്മൾ അറിയാത്ത എന്തോ ഒരു രഹസ്യം ഇതിന് പുറകിലുണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഇത് നേരെ തന്നെ മിലിറ്ററിക്കാർ ഇപ്പോൾ നാൻസിയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ ക്രൈം സീനൊക്കെ പരിശോധിക്കുമ്പോൾ നാൻസി ഒറ്റയ്ക്കല്ല ഈ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്നും അവളുടെ ഒപ്പം വേറൊരാളും കൂടി ഉണ്ടായിരുന്നെന്നും അത് ലെവൻ ആയിരിക്കുമോ എന്നും അവർക്കൊരു ഡൗട്ട് തോന്നുകയും അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന CCTV വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്യാനും അവർ തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അപ്സൈഡ് ഡൗണിലേക്ക് എത്തിയിരിക്കുന്ന എലവനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോൾ ഒരുപാട് ദൂരം അങ്ങനെ നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് തൻ്റെ അടുത്തായിട്ട് ആളുള്ള ഒരു പ്രസൻസ് ഫീൽ ചെയ്തിട്ട് അവൾ അവളുടെ പവേഴ്സ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രസൻസ് പെട്ടെന്ന് ഇങ്ങോട്ട് തെറിച്ച്
തെറിച്ചു പോയി വീഴുന്നുണ്ട്. ശരിക്കും അപ്പോഴാണ് അത് അവൾ പേടിച്ചിരുന്ന പോലെ മറ്റ് മോൺസ്റ്റേഴ്സ് ഒന്നും അല്ലെന്നും പകരം അത് ഹോപ്പർ ആയിരുന്നു എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വേഗം അവൾ ഹോപ്പറിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് തനിക്ക് അറിയാതെ സംഭവിച്ചതാണെന്നും ഒക്കെ അവനോട് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഒരിക്കലും ഈ ഒരു സമയത്ത് അപ്സൈഡ് ഡൗണിലേക്ക് വരരുതെന്ന് താൻ നിന്നോട് പറഞ്ഞതല്ലേന്നും പിന്നീട് എന്തിനാണ് തന്റെ വാക്ക് ധിക്കരിച്ച് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചിട്ട് ഹോപ്പർ അവളോട് ദേഷ്യപ്പെടുമ്പോൾ നാൻസിയുടെ ഫാമിലി ഉണ്ടായതും ഹോളി ഇപ്പോൾ അപ്സൈഡ് ഡൗണിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവളിപ്പോ ഹോപ്പറിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടെ നടന്ന ഒരു ഫൈറ്റിനിടയിൽ വെച്ച് ഈ ഒരു ഡെമോഗോർഗന് ഒരു ഇഞ്ചുറി ഒക്കെ പറ്റിയതുകൊണ്ട് അതിന്റെ ബ്ലഡ് ഒക്കെ അവിടെ ചെറുതായിട്ട് പോയിരിക്കുന്ന കാണുമ്പോൾ ഡെമോഗോർഗൻ സഞ്ചരിച്ച ആ ഒരു വേയും ഇഞ്ചുവേർഡ് ആയതുകൊണ്ട് അത് അധിക ദൂരം പോയിട്ടുണ്ടാവില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ അവളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു റേഡിയോ സ്റ്റേഷനിലാകട്ടെ വില്ലിങ്ങനെ ആ ഒരു വിഷനൊക്കെ സംഭവിച്ച് ഇരുന്നതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു സിഗ്നൽ ഇന്ററപ്റ്റ് ആയിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസോർഡർ ആയി പോയിരിക്കുകയായിരുന്നു. അങ്ങനെ റോബിൻ അതെങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാൻ നേരം വില്ലും അവന്റെ അമ്മയും കുറച്ചു നേരം പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തനിക്ക് നേരത്തെ കിട്ടിയ ഒരു വിഷൻ അത് വളരെയധികം സ്പെഷ്യൽ ആയിരുന്നെന്നും ഇതിനു മുമ്പ് തനിക്ക് കിട്ടിയതുപോലെ നോർമൽ ആയിരുന്നില്ലെന്നും ഇപ്രാവശ്യം താൻ തന്നെയായിരുന്നു ഡെമോഗോർഗനായിട്ട് ഇരുന്നതെന്നും എന്റെ മൈൻഡ് ഡെമോഗോർഗന്റേതുപോലെ തന്നെയായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. കാരണം ഇപ്രാവശ്യം അവൻ കണ്ടത് അത്രയും റിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ശരിക്കും അതിന്റെ ഒരു പേടി അവന്റെ മുഖത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ വിഷൻസ് ഒക്കെ വീണ്ടും അവന് കിട്ടാൻ തുടങ്ങിയത് കാലിഫോർണിയയിൽ താൻ തിരിച്ചു വന്ന പിന്നെയാണെന്നും കാലിഫോർണിയയിൽ വെച്ച് അവനിങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തതായിട്ടും അവൻ പറയുമ്പോൾ അത് കേട്ടുവരുന്ന റോബിനിപ്പോ ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു പക്ഷേ ഈ ഒരു വെഗ്നയുടെ ഒരു ഇത്രയും കോൺസ്റ്റന്റ് ആയിട്ടുള്ള റേഡിയസിന് ഉള്ളിലാണ് വില്ല് നിൽക്കുന്നതെങ്കിലായിരിക്കും വില്ലിന്റെയും ആ ഒരു ഡെമോഗോർഗന്റെയും വിഷൻസ് തമ്മിൽ സിമിലർ ആവാനും വെഗ്നയുടെ പ്രസൻസിൽ നിന്ന് ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞാൽ അവൻ അങ്ങനെയുള്ള യാതൊരുവിധ സിഗ്നൽസോ വിഷൻസോ കിട്ടില്ലെന്നും അവരൊരു തിയറി കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു ക്രോള് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേടായി പോയ വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റീവും ഒപ്പം ജൊനാഥനും. ഇടയ്ക്ക് അവർ രണ്ടുപേരും പരസ്പരം അടിയൊക്കെ ആവുന്നുണ്ടെങ്കിലും ആ നേരമാണ് ആ ഒരു ബുള്ളീസ് നേരത്തെ തല്ലി സൈഡിലേക്ക് ഒതുക്കിയിട്ടുണ്ടായിരുന്ന ഡസ്റ്റൻ മുഖം നിറയെ ചോരയുമായിട്ട് അവരുടെ അടുത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ അവര് ഡസ്റ്റിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ അപ്സൈഡ് ഡൗണില് ലെവനും ഹോപ്പറും കൂടി ചേർന്നിട്ട് ഹോളിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ലെവൻ ഇപ്രാവശ്യം അണ്ടർഗ്രൗണ്ട് ടണലുകളെല്ലാം യൂസ് ചെയ്തേന്നും ഹോളിക്ക് ആപത്ത് പറ്റിയെന്ന് മനസ്സിലാക്കി അവള് നാൻസിയുടെ ഒപ്പം കാറിൽ വന്നതായിട്ടും ഹോപ്പർ അറിയുമ്പോൾ അത് കേട്ട് പോലീസുകാർ ഓൾറെഡി CCTV നോക്കി ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്ന ഹോപ്പർ വളരെയധികം ചൂടാവുന്നുണ്ട്. ഇതേ നേരം തന്നെ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റോറി ബുക്കൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മൈക്കിന് എന്തോ ഓർമ്മ വന്നിട്ട് അവൻ നേരെ നാൻസിയുടെ അടുത്ത് വന്നിട്ട് അവരുടെ സിസ്റ്റർ ആയിട്ടുള്ള ഹോളി എപ്പോഴും ആ ഒരു തന്റെ ഫേവറേറ്റ് സ്റ്റോറി ബുക്കിലെ ക്യാരക്ടർ ആയിട്ടുള്ള ആ ഒരു ഇമാജിനറി ഫ്രണ്ടിനെ പറ്റി സംസാരിക്കാറില്ലേന്നും W എന്ന് അവർ വിളിക്കുന്ന ആ ഒരാളെ ശരിക്കും ഇമാജിനറി ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇനി എങ്ങാനും ശരിക്കും അയാളെങ്ങാനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്നൊക്കെ അവനിപ്പോൾ ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. കാരണം അന്ന് രാവിലെ ഹോളി മിസ്സിംഗ് ആയി പോകുന്ന അതേ ദിവസം തന്നെ ഒരു ടീച്ചർ ഈ ഒരു ഹോളി മറ്റാരോട് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ നേരം ഹോക്കിൻസിൽ ഇങ്ങനെ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ഇമാജിനറി ഫ്രണ്ട് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നീങ്ങാനും ഹോളിയെ രക്ഷിക്കാനായിട്ടാണോ ആ ഒരു ഇമാജിനറി ഫ്രണ്ട് ട്രൈ ചെയ്തതെന്നൊക്കെ അവനാകെ ക്യൂരിയസ് ആയിട്ട് ഇയാളെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയുന്നതിന് വേണ്ടിയിട്ട് ഹോളിയെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്ന പക്ഷെ ഇപ്പോ ബോധം കെട്ട് കിടക്കുന്ന അവരുടെ അമ്മയെ കാണാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ റോബിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ പെട്ടെന്ന് നമ്മുടെ വില്ലിനെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് നേരത്തെ അവർ പറഞ്ഞ ഒരു തിയറി ശരിയാണെങ്കിൽ, അതായത് വെഗ്നയുടെ അടുത്തൊരു റേഡിയസിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഡെമോഗോർഗൻ ചിന്തിക്കുന്നതും കാണുന്നതൊക്കെ വില്ലിന് കാണാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മോൺസ്റ്ററിന്റെ കണ്ണിലൂടെ തന്നെ ഹോളിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാമെന്ന് അവർ രണ്ടുപേരും കൂടി ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പ്ലാനിങ്ങിന് വളരെയധികം ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ വില്ലിന്റെ അമ്മ എതിരെ നിൽക്കുന്ന കാരണം കൊണ്ട് ഇപ്പോ ഒരു കള്ളം പറഞ്ഞിട്ടാണ് റോബിന് നമ്മുടെ വില്ലിനെയും കൂട്ടി പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല ഇതിനു മുമ്പ് ക്രോളിന്റെ പ്ലാനിംഗ് ഒക്കെ നടത്താനായിട്ട് അവരൊരു കാട്ടിലേക്ക് വന്നപ്പോഴാണ് ആകാശം മുഴുവനും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷൻ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഈ സമയത്തും ആ ഒരു വിഷൻ വീണ്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ ആ ഒരു വുഡ്സിലേക്ക് എത്തിയിട്ട് വില്ലിന്റെ ആ ഒരു വിഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ നേരം തന്നെ നമ്മുടെ ലെവൻ നാൻസിയുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു CCTV ഫൂട്ടേജ് ഒരു ഡോക്ടറുടെ കയ്യിലേക്ക് എത്തുകയും അവളിപ്പോ അപ്സൈഡ് ഡൗണിൽ ഉണ്ടെന്നുള്ള ഒരു സത്യം അവൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ലെവനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ അപ്സൈഡ് ഡൗണിനകത്ത് ഇഞ്ചേർഡ് ആയിരിക്കുന്ന ഹോപ്പറിന് ബോഡിയിൽ ബാൻഡേജ് ഒക്കെ കെട്ടിയിട്ട് അവന്റെ വൂണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ഒരു അച്ഛന്റെയും മകളുടെയും കോൺവെർസേഷനും അവർ തമ്മിൽ നടക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വില്ലിപ്പോ ആ ഒരു കാട്ടിലൂടെ ഒരുപാട് ദൂരം നടന്ന് വരുമ്പോൾ ആ ഒരു വിഷനില്
ആകാശം ചുറ്റുന്നത് മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് കുട്ടികളുടെ ചിരിയും കളിയൊക്കെ കേട്ട കാര്യം ആലോചിച്ചിട്ട് അവനിപ്പോൾ വേഗം നമ്മുടെ റോബിനെയും കൂട്ടിയിട്ട് ഹോളി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും അപ്സൈഡ് ഡൗണിന് അകത്ത് എന്തോ സൗണ്ടൊക്കെ കേട്ടിട്ട് ഹോപ്പറും എലവനും കൂടിയിട്ട് ആ ഒരു സൗണ്ട് കേട്ട സ്ഥലത്തിന് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ മുമ്പിലായിട്ട് ഇപ്പോൾ വലിയൊരു വോള് പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ തുമ്പത്തായിട്ട് നമ്മുടെ ഹോളിയുടെ ഒരു ചെരുപ്പ് കിടക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ഹോളി ഈ ഒരു വോളിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ച കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു വോളിനപ്പുറം നമ്മുടെ ലെവൻ്റെ യാതൊരുവിധ പവേഴ്സും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇനി എങ്ങനെ അവർ ഹോളിനെ കണ്ടുപിടിക്കുന്നുള്ള കൺഫ്യൂഷനിൽ അവർ അവിടെ നിൽക്കുമ്പോൾ അതേ നേരം തന്നെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഇമാജിനറി ഫ്രണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ നാൻസിയും മൈക്കും ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെയും നഴ്സിൻ്റെയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ അവളുടെ അമ്മേനെ കണ്ടിട്ട് ഇങ്ങനെ അവർ ഇമാജിനറി ഫ്രണ്ടിനെ പറ്റി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, അവൾക്കിപ്പോൾ സൗണ്ടൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നാൻസി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അവൾ എഴുതി അവർക്ക് റിപ്ലൈ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനേരം തന്നെ വില്ലിപ്പോൾ റോബിനെയും കൂട്ടി അവളുടെ സ്കൂളിലേക്ക് എത്തിയിട്ട് അവളുടെ സ്കൂളിലുണ്ടായിരുന്ന ഒരു സ്പിന്നിങ് വീലുമേ ചൂണ്ടിക്കാണിച്ചിട്ട് ശരിക്കും അന്ന് എനിക്ക് വിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെക്നയുടെ അല്ലെന്നും പകരം വെക്ന ആരെയാണോ ഇപ്പോൾ വിക്ടിമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അയാളുടെ വിഷൻസ് ആയിരിക്കും തനിക്ക് കിട്ടാന്നുള്ള കാര്യവും അവനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. സോ അന്ന് ആ ഒരു പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് കുട്ടികൾ നമ്മുടെ ഹോളിയെ ആ ഒരു സ്പിന്നിങ് വീലിട്ട് കറക്കിയ ആ ഒരു വിഷനാണ് വില്ലന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം വെക്ന ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹോളിയെ തന്നെയായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അവളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്ന ഒരു ഇമാജിനറി ഫ്രണ്ട് ആരാണെന്നുള്ളൊരു ഡൗട്ടിൽ അവരിപ്പോൾ അയാളുടെ പേരെങ്ങാനും ഇതിനു മുമ്പ് ഹോളി പറഞ്ഞിട്ടുണ്ടോയെന്ന് അവളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഹെൻറി എന്ന് അവളുടെ അമ്മ എഴുതിയിരിക്കുന്നത് കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന നാൻസിയെയും മൈക്കിനെയും നമുക്ക് കാണാം. ഈ ഹെൻറി മറ്റാരുമല്ല, നമ്മുടെ വെക്നയുടെ പണ്ടത്തെ പേര് തന്നെയായിരുന്നു. സോ ഇതിലൂടെ തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഹോളി ഏതൊരു ഇമാജിനറി ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ഇമാജിനറി ഫ്രണ്ട് മറ്റാരുമല്ല, വെക്ന തന്നെയായിരുന്നു. അങ്ങനെ ഹോളി അവന്റെ അടുത്തൊരു വിക്ടിം ആയതുകൊണ്ടാണ് തനിക്ക് നേരത്തെ ഹോളിയുടെ ആ ഒരു വിഷൻ കിട്ടിയെന്നുള്ള കാര്യം ഇപ്പൊ വില്ലും റോബിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 2-3 ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ലെവനിന് അടക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ പവേഴ്സ് ഒന്നും വർക്ക് ചെയ്യാത്ത ആ ഒരു വോളിനപ്പുറം ഇപ്പോഴും നമ്മുടെ ഹോളി ജീവനോടെ ഉണ്ടോന്നും എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ അടുത്ത് വിക്ടിമായിട്ട് ഹോളിയെ ചൂസ് ചെയ്തെന്നുള്ള ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കോമൻസ് വഴി ഞാൻ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. Till then, take care and bye-bye.